അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ വർക്ക് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. വിശേഷം എന്ന് പറയുമ്പോഴത്തേനും ഒരു ഹാൻഡ് റെയിലിൻ്റെ വർക്കാണ് കഴിഞ്ഞത്. ഹാൻഡ് റെയിലിനകത്ത് സാധാരണ നമ്മൾ അതിനെ ബലപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം സപ്പോർട്ട് എത്രത്തോളം ഇതൊക്കെ ആടാതെ മറിയാതെയൊക്കെ നിൽക്കും, അത് എത്രത്തോളം ബലം. സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാസ്റ്റർ കാലൊക്കെ എന്ന് പറയുമ്പോഴത്തേന് കമ്പി അടിച്ചൊക്കെ കൊടുത്ത് ബലപ്പിച്ച് വെൽഡ് ചെയ്ത് വെക്കും. അതാണ് മെയിനായിട്ട് ചെയ്തു വരുന്നത്. പിന്നെയാണ് ഇങ്ങനെയുള്ള ഗ്രൗട്ടും ഹാങ്കർ സെറ്റ് ഗ്രൗട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേന് പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേന് അതും പിന്നെ കമ്പിയും വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ഈ ഗ്രൗട്ടും കൂടെ ഒഴിച്ച് പിന്നെ ചെയ്യുമ്പോഴത്തേന് നല്ല പിടുത്തം എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ പോലും ഉണ്ടാകത്തില്ല. നല്ല ആട്ടിയാലൊന്നും കുടിക്കാനൊന്നും വലിച്ചൂരാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല പിടുത്തമാണ്. അപ്പോൾ ഇത് ആങ്കർ സെറ്റ് ഗ്രൗട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇത് ഒരു പാക്കറ്റിനകത്ത് പിന്നെ പൊടി പൗഡറായിട്ടും ഓയിലായിട്ടുമാണ് വരുന്നത്. രണ്ട് പാക്കറ്റാണ് ഇതിനകത്ത്. ഇത് വില വരുന്നതെന്ന് പറഞ്ഞാൽ 500 രൂപ ഒരു പാക്കറ്റിന് വിലയുണ്ട്. അപ്പം ഇത് നല്ലൊരു സാധനമാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഉപയോഗിച്ച രീതിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. എന്നിട്ട് ഇതാണ് സംഭവം. പാട്ടയിൽ ഓയിലായിട്ടും ഒരു കവറിൽ പൗഡറായിട്ടുമാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടയിലെടുത്തിട്ട് മിക്സ് ചെയ്യരുത്. കാര്യം മിക്സ് ചെയ്താൽ ചിലപ്പോൾ ഇത് കൂടുതലായിപ്പോയാൽ അത് പിന്നെ വേസ്റ്റാണ്. അതിനേക്കാളും നല്ല നമ്മൾ 1 ഇഞ്ചിൻ്റെ ഹോളാണ് ഈ അടിച്ചിരിക്കുന്നത്. ഈ ഹോളിനകത്തോട്ട് ഒരു 3/4 ഭാഗം നിറയ്ക്കുക. പൗഡറും കൊണ്ട് നിറച്ചിട്ട് 2 ഹോളിലും നിറയ്ക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ആ ഓയിലെടുത്ത് ഇതിൽ രണ്ടിലും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒരു നിറച്ച് പൊടി തട്ടരുത്. കാര്യം മൊത്തം പടർന്ന് ടൈലെല്ലാം ആവും. പിന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കണം. ഇതാകുമ്പം ഓയിൽ രണ്ടിലും കൂടെ കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം നല്ലൊരു വടി എടുത്തിട്ട് മിക്സ് ചെയ്യാൻ പറ്റിയ കമ്പിയോ വടി എടുത്തിട്ട് അതിനകത്തിട്ടങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ല രീതി ഇളക്കി നല്ല മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് ഈ രീതി ചെയ്യുന്നത് കൊണ്ട് വേസ്റ്റ് പോകത്തില്ല. പിന്നെ ഒരുപാട് വേസ്റ്റും പോകത്തില്ല. ടൈലിലൊന്നും അധികം പടർന്ന് പിടിക്കത്തില്ല. നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിക്കുന്ന സമയത്ത് അല്ലെ പിന്നെ അപ്പുറമൊക്കെ ടൈലിലൊക്കെ പടർന്ന് പിടിച്ച് പിന്നെ അത് വൃത്തിയാക്കാൻ നിൽക്കണം. ഇതാകുമ്പോൾ എളുപ്പപ്പണിയാണ്. മിക്സ് ചെയ്തതിന് ശേഷം ആ ട്യൂബ് എടുക്കുക, അതിലോട്ട് ഇറക്കി വെച്ച് അതൊന്ന് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറക്കി ലൂസാക്കി. പിന്നെയുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്കിൽ കംപ്ലീറ്റ് ഈ ആങ്കർ സെറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആങ്കർ സെറ്റ് ഗ്രൗട്ട് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കാലും ഇതിനകത്ത് വരുന്ന 3/4 ഇഞ്ച് കാലും ഇതേ രീതിയിലാണ് ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോകൾ ഇനി വരുന്നതായിരിക്കും. അപ്പം തീർച്ചയായും അടുത്ത വീഡിയോ കാണാം.